ഹോം ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ചിറ്റത്തിരയിലുള്ള ഒരു ഡിസേബിൾ ആയിട്ടുള്ള ആളുകളുടെ ഒരു സെന്റർ ഉണ്ടായി. അപ്പൊ അവിടെ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേറൊരു മത്സരം, മറ്റ് സാധാരണ പിള്ളേർക്ക് ഒരു മത്സരം, അങ്ങനെയാണ് വർഷങ്ങളായിട്ട് അതാണ് സിസ്റ്റം. ഞാൻ അന്ന് ഈ പറയുന്ന രവീന്ദ്ര മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. മാസ്റ്ററോട് ഞാൻ ഒരു 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ ഒക്കെ തോന്നുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ മാസ്റ്ററോട് ചോദിച്ചു, മാസ്റ്ററെ ഞാൻ അവരുടെ കൂടെ ഓടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എടാ നീ അവരുടെ കൂടെ ഓടിയപ്പോ നീ തോറ്റുപോയില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മാസ്റ്ററെ തോറ്റുപോയാലും ഞാൻ എന്തായാലും ഇനി അവരുടെ കൂടെയൊക്കെ തന്നെ ഓടണ്ട്, നമുക്കിത് സെപ്പറേറ്റ് ഒരു ലോകമൊന്നും ഇല്ലല്ലോ, ജീവിക്കേണ്ടത് അവരുടെ കൂടെ തന്നെയാണ്. ഈ വാക്കല്ല പറഞ്ഞെങ്കിൽ പോലും അന്നത്തെ ആ കൊച്ചിന്റെ പക്വതയിൽ ഞാൻ എന്താ പറഞ്ഞത് അത് തന്നെ ഓടി. അത് തോറ്റുപോയി പകുതി പോലും എത്തൂല, പക്ഷെ ഓടി. അന്ന് തുടങ്ങിയിട്ട് എൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ഒപ്പം എത്തണം എന്നുള്ളൊരു സാധനം ബോഡിയിൽ കിടപ്പുണ്ടായി. അപ്പൊ അതിൻ്റെ ഒരു സ്പീഡ് എനിക്ക് മൊത്തത്തിൽ ഇപ്പോഴും ഉണ്ട്. എന്റെ സംസാരത്തിലുണ്ട്, നീ ശ്രദ്ധിച്ചറിയാം, എന്റെ നടത്തത്തിലുണ്ട്, എല്ലാത്തിലും ഒരു സ്പീഡുണ്ട്. കാണുന്നവന് ഞാൻ ബസ്സൊക്കെ കയറണ, പണ്ട് ഞാൻ ബസ് കയറണ പേടിക്കുമായിരുന്നു. കാരണം എല്ലാവരും വേഗം ഇപ്പൊ വീഴുമെന്ന് വിചാരിക്കും, ഓടിച്ചെന്ന് കയറും. ഞാൻ ഈ സ്പീഡ് കൂടുതലാണ് എല്ലാത്തിനും. അപ്പൊ അങ്ങനെ നമ്മൾ ഹൈപ്പർ എന്ന് പറയൂലടാ, ആ അവസ്ഥയിലേക്കായി ഞാൻ. ആക്ച്വലി ഞാൻ ഭയങ്കര ഹൈപ്പർ ഒന്നും അല്ലായിരുന്നു. ഈ ഒരു നമ്മുടെ മൈൻഡിലില്ല ഇവരൊപ്പം എത്തണം എന്നുള്ള സാധനം ഇപ്പോഴും എനിക്കത് മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്.